പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ മൊബൈലിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് അതുപോലെ തന്നെ മെസ്സഞ്ചർ പോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മറ്റൊരാൾ അറിയാത്ത രൂപത്തിൽ ഇതുപോലുള്ള ഒരു ആപ്ലിക്കേഷൻസ്, അതായത് വാട്സപ്പ് തന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് തന്നെ നമുക്ക് ഡബിളായി മറ്റൊരാൾ കാണാത്ത രൂപത്തിൽ ഹൈഡ് ചെയ്തുകൊണ്ട് രഹസ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. തുടർന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളൊരു പാസ്കോഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാസ്കോഡ് ഇവിടെ സെറ്റ് ചെയ്യാണ്. 6 അക്ക നമ്പർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ 6ഉം 1 തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഇവിടെ ഉടനെ തന്നെ കൺഫേം എന്ന ഒരു ഭാഗം വന്നിട്ടുണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾ എൻ്റർ ചെയ്ത അതേ പാസ്കോഡ് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാനങ്ങനെ എൻ്റർ ചെയ്തപ്പോൾ ഇവിടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു പ്ലസ് ഐക്കൺ വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അതേ ഭാഗത്തൊരു പ്ലസ് ഐക്കൺ വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി 2 വാട്സപ്പ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെയാണ് ഞാനിപ്പോൾ ഒരു വാട്സപ്പും കൂടി യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും 2 ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അത് ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ വാട്സപ്പ് തന്നെ ഹൈഡ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും വാട്സപ്പ് ഞാനൊന്ന് സെലക്ട് ചെയ്യാണ്. എനിക്ക് ഈ വാട്സപ്പ് തന്നെയാണ് ഒന്നുകൂടി ഡബിൾ ആക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമ്പോർട്ട് ഹൈഡ് ഡുവൽ എന്ന് കാണാൻ സാധിക്കും. അതായത് ഇത് ഒന്നുകൂടി ഡബിൾ ആക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ അത് ഇൻസ്റ്റാളായി വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഞ്ച് ഡുവൽ എന്ന ഭാഗം ഒരു ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടു ഗ്രാൻഡ് എന്ന ഭാഗം കാണാം. അവിടെ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അലോ പെർമിഷനൊക്കെ ചോദിക്കും. കൃത്യമായിട്ട് നിങ്ങൾ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ടു ഗ്രാൻഡ് എന്ന ഭാഗം കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അലോ പെർമിഷൻ കൊടുക്കുക. ഇപ്പോൾ സാധാരണ നിങ്ങളുടെ വാട്സപ്പ് എങ്ങനെയാണ് നിങ്ങളൊരു ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പണായി വരും. ഇപ്പോൾ വാട്സപ്പ് എങ്ങനെയാണ് നിങ്ങൾ ഒരു നമ്പർ വെച്ച് വെരിഫൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗം. സാധാരണ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാനിപ്പം എഗ്രി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു നമ്പർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുതുതായിട്ടൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്കിത് വെരിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കാനും സാധിക്കും. ഇപ്പോൾ ഈ വാട്സപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനൊന്ന് ബാക്ക് വരാണ്. അതായത് ഓൾറെഡി 2 വാട്സപ്പ് ഇതൊക്കെ ഞാൻ വെരിഫൈ ചെയ്തതാണ്. മറ്റത് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ 2ാമത്തെ വാട്സപ്പും ഞാൻ ഓപ്പൺ ചെയ്യാണ്. അതും ഓപ്പൺ തന്നെയാണ്. 3ാമത്തെ വാട്സപ്പ് എവിടെയാണ് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു ഫോണിൻ്റെ ചിത്രത്തിലായിരിക്കും ഉണ്ടാവുക. ഇത് സാധാരണ നമ്മൾ ഡയൽ ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ കാണുന്നില്ലേ, അതുപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല. കാരണം ഇതിൻ്റെ അകത്താണ് 3ാമത്തെ വാട്സപ്പ് കിടക്കുന്നത്. അത് ഏത് ആപ്ലിക്കേഷൻ ആയാലും ഇതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും കിടക്കുക. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്താൽ ആ പാസ്കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കൂ. തെറ്റായ ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ആ 6 അക്ക നമ്പർ തന്നെ, ഞാനിപ്പോൾ 1 ടൈപ്പ് ചെയ്തത്, അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള വാട്സപ്പ് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മളിത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ വാട്സപ്പ് വർക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ. അതുപോലെ ഏത് ആപ്ലിക്കേഷനും, വാട്സപ്പ് എന്നല്ല ഏത് ആപ്ലിക്കേഷനും നമുക്കിതുപോലെ ഡുവൽ ആക്കി വെക്കുകയും ചെയ്യാം, അതായത് ഡബിൾ ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്,
ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ടെക്നോളജി സംബന്ധമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു അറിവുമായി, പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.